എൻജിൻ നമ്മൾ താഴെ ഇറക്കിയേക്കുവാണ്. ഇത് പീസാക്കണം. നമ്മുടെ ആശാന്മാർ ഹെഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഹെഡ് അയച്ചേ. കുഴപ്പമില്ല മാറി പഴയത് ഒന്നിച്ചു പിടിച്ച് വെക്കാതെ നിന്നോളൂ. ഒന്നും സംഭവത്തില്ല. ഇതിൻ്റെ 4ാമത്തെ സിലിണ്ടറിൻ്റെ വാൽവ് കത്തിപ്പോയി. ഇതാണ് കംപ്ലൈൻറ്റ്. ഓവറൈസ് ആയിപ്പോയിട്ട് 4ാമത്തെ പിസ്റ്റൺ ഇതേപോലെ കത്തിപ്പോയി. ഇതൊരു പണിയാണ്. ഈ 4ാമത്തെ സിലിണ്ടറിൽ കത്തിപ്പോയി. ഇത് ഈ 4ാമത്തെ ഹീറ്റർ പ്ലഗ് നമ്മൾ അഴിച്ചു നോക്കിയപ്പോൾ കത്തിപ്പോയിണ്ടായിരുന്നു. ഹീറ്റർ പ്ലഗ് കത്തിപ്പോണതിൻ്റെ കാര്യം ഇത് ഇതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നത് കത്തിപ്പോണയാണ്. ഇപ്പം 4ാമത്തെ സിലിണ്ടറിലാണ് കത്തിപ്പോണത്. ഇതിൻ്റെ ഈജാറിൻ്റെ ഉള്ളിൽ കരിയാണ്. ഇത് ഓയിൽ ഒന്നെങ്കിൽ ടർബോ കംപ്ലൈൻ്റ് ആയി, ഇൻ്റർകൂളർ ഓയിൽ കിടന്നു റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ഓയിൽ ഇതിൽ കയറി 4ാമത്തെ സെൻറ്ററിലായിട്ടാണ് ഫുൾ ഓയിൽ വന്ന് കയറുന്നത്. അപ്പോൾ ഓറൈസ് ഏറ്റവും കൂടുതൽ ഓറൈസ് ആവുന്നത് 4ാമത്തെ സെൻറ്ററിലാണ്. 4-3 സാധാരണ രീതിയിൽ വരാറ്. ഇത് 4ാമത്തെ സെൻറ്ററിലാണ് കംപ്ലൈൻറ്റ്. ഇത് എൻജിൻ ഫുള്ള് അഴിച്ച് ഓവറോൾ ചെയ്താലാണ് കംപ്ലൈൻറ്റ് ഫുള്ളും തീരുള്ളൂ. ടർബോയും അഴിച്ച് പണിയേണ്ടി വരും. ടർബോയ്ക്ക് ഓയിൽ അടിക്കണതാണ്. അപ്പോൾ ടർബോയും അഴിച്ച് പണിയണം. 4ാമത്തെ സിലിണ്ടർ പിസ്റ്റൺ എല്ലാം ബോർ ചെയ്ത് സെറ്റാക്കണം. ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്.